ഹാപ്പി വിഷു. അപ്പം അങ്ങനെ രാവിലെ തന്നെ എണീച്ചു കണിയെല്ലാം കണ്ട് പിന്നെ നമുക്ക് നേട്ടം പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാം മാലയെല്ലാം ഫസ്റ്റ് തന്നെ നമ്മൾ മാല പൊട്ടിച്ച് എല്ലാവരും ഉണർത്തി കേട്ടോ. അങ്ങനെ അപ്പോഴും കാൻഡി എല്ലാം പേടിച്ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഓർക്കൊക്കെ ഞെട്ടി. അപ്പോൾ നമ്മുടെ പുതിയ അടുപ്പുണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ പാല് കാച്ചലൊക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോകാൻ റെഡിയായി കേട്ടോ. ഞാൻ തലേ ദിവസം നമ്മളവിടെ വിഷു ആഘോഷിച്ചത്. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ പിന്നെ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വയ്യാത്തോണ്ട് നാരങ്ങയെല്ലാം കയ്യിൽ പിടിച്ചിട്ടോ ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിനെല്ലാം വന്ന് ഞാൻ ട്രെയിനിലെല്ലാം കയറി. അങ്ങനെ ഞാൻ എന്താ ഷൊർണൂർ എത്തി കേട്ടോ. നേരം വീട്ടിൽ പോയി എല്ലാവരും കൂടിയിരുന്ന് നമ്മൾ സദ്യ എല്ലാം കഴിച്ചു കേട്ടോ. ചോറ്, സാമ്പാർ, അവിയൽ, കാളൻ, ഉണക്കസ്രാവ്, പിന്നെ പായസം, അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ. നല്ല ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ പച്ചടി എല്ലാം ഉണ്ടായിരുന്നേ. അപ്പം അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ നേരത്തെ തന്നെ വീട്ടിലോട്ട് വരേണ്ടി വന്നതുകൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ അമ്പലത്തിലെല്ലാം പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോയി നമ്മൾ തൊഴാനൊക്കെ കയറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ ഒരിക്കലിൻ്റെ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ആൻറ്റിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പടക്കെല്ലാം പൊട്ടിച്ചു. ഇത്രയേ ഉള്ളൂ. ബായ്.